പോയ വർഷം മൺമറഞ്ഞ പ്രതിഭകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വൈക്കത്ത് സ്മൃതി സംഗമം. പോയ വർഷം മൺമറഞ്ഞ കലാപ്രതിഭകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീ വൈക്കം ഭാസിക്ക് ചടങ്ങിൽ നാടിന്റെ ആദരവ് നൽകി. വേദിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന പുകാസയുടെ ഒരുപാട് പരിപാടികളിലൂടെ നെല്ലുവരത്തോട്ട് നടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ വന്ന് കാണികളായിട്ട് ഇവിടുന്ന് പ്രോഗ്രാം കണ്ട് പോയിട്ടുള്ള ശീലമേയുള്ളൂ. ആദ്യമായിട്ടാണ് പുകാസയുടെ വേദിയിൽ ഇങ്ങനൊരു ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷം. അതിലുപരി കുട്ടപ്പൻ മാഷിനെ പോലെ അതിനെ ഒരു വ്യക്തിയുടെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ അതിൽ ഒരുപാട് ഒരുപാട് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു അനുഭവമാണ്. നമ്മൾ കുഞ്ഞിലെ തൊട്ട് നാടൻപാട്ട് എന്ന് പറയുന്ന ഒരു കലാരൂപം നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ മണിച്ചേട്ടന് മുമ്പേ ആ നാടൻപാട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ച അതുല്യ പ്രതിഭയായ കുട്ടപ്പൻ മാഷിനോടൊപ്പം ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. വൈക്കം സത്യാഗ്രഹ സ്മാരക അങ്കണത്തിൽ നടന്ന സംഗമം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. കാരണം ഈ വഞ്ചനയും ഈ ജാതിബോധവും അതിശക്തമായി 200 കൊല്ലമാണ് ബ്രിട്ടീഷുകാർ വെച്ചത്. അത്രയും കാലം അവർക്കെതിരായിട്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ ബോധം മറന്ന് വലിയ പ്രക്ഷോഭങ്ങൾ, ചെറുതും വലുതുമായ ചെറിയ അലകളുണ്ടായി വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് അത് പോയി. ഇടയ്ക്ക് ദേശീയ പ്രസ്ഥാനമുണ്ടായി, മഹാത്മാഗാന്ധി ഉണ്ടായി, എത്രയോ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനക്കാരെ സംഘടനകളുണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി, ഭഗത് സിംഗ് ഉണ്ടായി. അങ്ങനെ എന്തെല്ലാം പദ്ധതികളാണ് അതിനകത്ത് ഉൾച്ചേർന്ന് കിടക്കുന്നത്. അങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പുക്കാസ ഏരിയ പ്രസിഡന്റ് KC കുമാരൻ അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ CJ കുട്ടപ്പൻ നമ്മളൊന്ന് സ്നേഹ സന്ദേശം നൽകി. മുൻ വൈക്കം നഗരസഭാ ചെയർമാൻ ശ്രീ P ശശിധരൻ സ്മൃതി ദീപം തെളിച്ചു. പുക്കാസ ഏരിയ സെക്രട്ടറി KK ശശികുമാർ അനുസ്മരണ സന്ദേശം നൽകി. പുക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അംബരീഷ് G വാസു, കലാ സാംസ്കാരിക പ്രവർത്തകരായ അജീഷ് ദാസൻ, TN സുരേഷ്, ഷിബു കോമ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വൈക്കത്തെ കലാകാരന്മാരുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.